ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19ഉം 20ഉം അധ്യായങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും ഓപ്ഷൻസോട് കൂടിയ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. യേശു എവിടം വഴി കടന്നു പോകുമ്പോഴാണ് സക്കേവൂസ് യേശുവിനെ കാണാൻ ശ്രമിച്ചത്? എ. ഗലീലിയ, ബി. ബഥാനിയ, സി. ജെറീക്കോ, ഡി. ജെറുസലേം. ഉത്തരം സി. ജെറീക്കോ. ചോദ്യം 2. ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായ ജെറീക്കോക്കാരൻ ആര്? എ. ലേവി, ബി. സക്കേവൂസ്, സി. പൗലോസ്, ഡി. പത്രോസ്. ഉത്തരം ബി. സക്കേവൂസ്. ചോദ്യം 3. സക്കേവൂസിന് യേശുവിനെ കാണാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? എ. തിരക്ക് മൂലം, ബി. ജനക്കൂട്ടം മൂലം, സി. ശിഷ്യന്മാർ അനുവദിക്കാത്തതുകൊണ്ട്, ഡി. പൊക്കക്കുറവ് മൂലം. ഉത്തരം ഡി. പൊക്കക്കുറവ് മൂലം. ചോദ്യം 4. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരം ഏത്? എ. അത്തിമരം, ബി. സിക്കമൂർ മരം, സി. സരളമരം, ഡി. ദേവദാരു. ഉത്തരം ബി. സിക്കമൂർ മരം. ചോദ്യം 5. എപ്രകാരം നോക്കിക്കൊണ്ടാണ് സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്? എ. അധികാരത്തോടെ, ബി. കണ്ണുകൾ ഉയർത്തി നോക്കി, സി. മുകളിലേക്ക് നോക്കി, ഡി. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട്. ഉത്തരം സി. മുകളിലേക്ക് നോക്കി. ചോദ്യം 6. സക്കേവൂസ് തിടുക്കത്തിൽ സിക്കമൂർ മരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് എപ്രകാരമാണ് യേശുവിനെ സ്വീകരിച്ചത്? എ. സന്തോഷത്തോടെ, ബി. ഭയത്തോടെ, സി. അത്ഭുതത്തോടെ, ഡി. വിശ്വാസത്തോടെ. ഉത്തരം എ. സന്തോഷത്തോടെ. ചോദ്യം 7. യേശു ആരുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്നാണ് ജനക്കൂട്ടത്തിലുണ്ടായിരുന്നവർ പിറുപിറുത്തത്? എ. ചുങ്കക്കാരൻ്റെ, ബി. അന്യായക്കാരൻ്റെ, സി. ദൈവനിഷേധകൻ്റെ, ഡി. പാപിയുടെ. ഉത്തരം ഡി. പാപിയുടെ. ചോദ്യം 8. തൻ്റെ സ്വത്തിൽ എത്ര ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത്? എ. 4/1, ബി. പകുതി, സി. 4 ഇരട്ടി, ഡി. മുഴുവൻ. ഉത്തരം ബി. പകുതി. ചോദ്യം 9. സക്കേവൂസും ആരുടെ പുത്രനാണ് എന്നാണ് യേശു പറഞ്ഞത്? എ. ദാവീദിൻ്റെ, ബി. മോശയുടെ, സി. അബ്രാഹത്തിൻ്റെ, ഡി. യാക്കോബിൻ്റെ. ഉത്തരം സി. അബ്രാഹത്തിൻ്റെ. ചോദ്യം 10. 10 നാണയത്തിൻ്റെ ഉപമ യേശു പറഞ്ഞത് എവിടെ വച്ച്? എ. ദേവാലയത്തിൽ വച്ച്, ബി. ജെറുസലേമിന് സമീപത്ത് വച്ച്, സി. ജെറീക്കോയിലേക്കുള്ള യാത്രയിൽ, ഡി. ഗലീലിയിലേക്കുള്ള യാത്രയിൽ. ഉത്തരം ബി. ജെറുസലേമിന് സമീപത്ത് വച്ച്. ചോദ്യം 11. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു യാത്ര തുടർന്നത് എവിടേക്ക്? എ. ജെറുസലേമിലേക്ക്, ബി. ഗലീലിയിലേക്ക്, സി. ജെറീക്കോയിലേക്ക്, ഡി. കഫർനാമിലേക്ക്. ഉത്തരം എ. ജെറുസലേമിലേക്ക്. ചോദ്യം 12. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ആര്? എ. ഒരു യജമാനൻ, ബി. ഒരു ന്യായാധിപൻ, സി. ഒരു പ്രഭു, ഡി. ഒരു ദേശാധിപതി. ഉത്തരം സി. ഒരു പ്രഭു. ചോദ്യം 13. ബേത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ജെറീക്കോയ്ക്കരികെ, ബി. ഒലിവുമലയ്ക്കരികെ, സി. ജെറുസലേമിനരികെ, ഡി. സമരിയായ്ക്കരികെ. ഉത്തരം ബി. ഒലിവുമലയ്ക്കരികെ. ചോദ്യം 14. ഒലിവുമലയ്ക്കരികെ എത്തിയപ്പോൾ യേശു എതിർവശത്തുള്ള ഗ്രാമത്തിലേക്ക് 2 ശിഷ്യന്മാരെ അയച്ചത് എന്തിന്? എ. പെസഹ ഒരുക്കുന്നതിന്, ബി. കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന്, സി. രോഗികളെ സുഖപ്പെടുത്താൻ, ഡി. പിശാചുക്കളെ പുറത്താക്കാൻ. ഉത്തരം ബി. കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന്. ചോദ്യം 15. ആരുടെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? എ. കർത്താവിൻ്റെ, ബി. അത്യുന്നതൻ്റെ, സി. ദൈവത്തിൻ്റെ, ഡി. സർവശക്തൻ്റെ. ഉത്തരം എ. കർത്താവിൻ്റെ.
ചോദ്യം 16. ശിഷ്യഗണം ദൈവത്തെ സ്തുതിച്ച് ആർത്തു വിളിച്ചപ്പോൾ ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? എ. നിയമജ്ഞർ, ബി. ഫരിസേയർ, സി. പുരോഹിതർ, ഡി. അധികാരി. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 17. ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് എൻ്റെ ആലയം എന്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. വിശുദ്ധ മന്ദിരം, ബി. ദൈവഭവനം, സി. ദേവാലയം, ഡി. പ്രാർത്ഥനാലയം. ഉത്തരം ഡി. പ്രാർത്ഥനാലയം. ചോദ്യം 18. യേശു ദിവസവും പഠിപ്പിച്ചിരുന്നത് എവിടെ? എ. സിനഗോഗിൽ, ബി. ദേവാലയത്തിൽ, സി. തെരുവുകളിൽ, ഡി. വിജനപ്രദേശത്ത്. ഉത്തരം ബി. ദേവാലയത്തിൽ. ചോദ്യം 19. ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചുകൊണ്ടിരുന്നവർ എന്ന് പറയുന്നതിൽ പെടാത്തത് ആര്? എ. നിയമജ്ഞർ, ബി. ഫരിസേയർ, സി. ജനപ്രമാണികൾ, ഡി. പുരോഹിത പ്രമുഖന്മാർ. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 20. യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കാണാൻ വന്നവരിൽ പെടാത്തത് ആര്? എ. ജനപ്രമാണികൾ, ബി. പുരോഹിത പ്രമുഖന്മാർ, സി. നിയമജ്ഞർ, ഡി. ഫരിസേയർ. ഉത്തരം ഡി. ഫരിസേയർ. ചോദ്യം 21. യേശു എവിടെ വച്ചാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്? എ. ദേവാലയത്തിൽ, ബി. സിനഗോഗിൽ, സി. മലയിൽ, ഡി. വിജനപ്രദേശങ്ങളിൽ. ഉത്തരം എ. ദേവാലയത്തിൽ. ചോദ്യം 22. എല്ലാം ചെയ്യാനുള്ള എന്ത് നിനക്ക് നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക എന്നാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനോട് ആവശ്യപ്പെട്ടത്? എ. അധികാരം, ബി. അവകാശം, സി. ജ്ഞാനം, ഡി. അനുവാദം. ഉത്തരം എ. അധികാരം. ചോദ്യം 23. യോഹന്നാൻ്റെ എന്ത് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് യേശു പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും ചോദിച്ചത്? എ. ജനനം, ബി. ജ്ഞാനം, സി. പ്രവചനം, ഡി. ജ്ഞാനസ്നാനം. ഉത്തരം ഡി. ജ്ഞാനസ്നാനം. ചോദ്യം 24. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്ത് ചോദിക്കും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ചിന്തിച്ചത്? എ. എന്തുകൊണ്ട് അനുസരിച്ചില്ല, ബി. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല, സി. എന്തുകൊണ്ട് കാരാഗൃഹത്തിലടച്ചു, ഡി. എന്തുകൊണ്ട് വധിച്ചു. ഉത്തരം ബി. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല. ചോദ്യം 25. യോഹന്നാൻ ആരാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്? എ. ക്രിസ്തുവാണെന്ന്, ബി. ഏലിയ ഉയർത്തുവന്നെന്ന്, സി. കർത്താവിൻ്റെ ദൂതനെന്ന്, ഡി. പ്രവാചകനെന്ന്. ഉത്തരം ഡി. പ്രവാചകനെന്ന്. ചോദ്യം 26. എപ്പോഴാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ഓഹരി ലഭിക്കേണ്ടതിന് ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? എ. വിളവെടുപ്പ് കാലത്ത്, ബി. കൊയ്ത്തുകാലത്ത്, സി. സമയമായപ്പോൾ, ഡി. കാലമായപ്പോൾ. ഉത്തരം സി. സമയമായപ്പോൾ. ചോദ്യം 27. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ആദ്യം അയച്ച ഭൃത്യനെ കൃഷിക്കാർ എപ്രകാരമാണ് വെറും കൈയോടെ തിരിച്ചയച്ചത്? എ. അപമാനിച്ച്, ബി. അടിച്ച്, സി. അടിക്കുകയും അപമാനിക്കുകയും ചെയ്ത്, ഡി. പരിക്കേൽപ്പിച്ച്. ഉത്തരം ബി. അടിച്ച്. ചോദ്യം 28. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ഓഹരി ശേഖരിക്കാൻ അയച്ച മൂന്നാമത്തെ ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? എ. പരിക്കേൽപ്പിച്ച് പുറത്തേക്കെറിഞ്ഞു, ബി. അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു, സി. വെളിയിലേക്കെറിഞ്ഞ് കൊന്നു, ഡി. കെട്ടിയിട്ട് അടിച്ച് അവശനാക്കി. ഉത്തരം എ. പരിക്കേൽപ്പിച്ച് പുറത്തേക്കെറിഞ്ഞു. ചോദ്യം 29. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയുടെ പ്രിയപുത്രനെ കൊന്നുകളഞ്ഞാൽ എന്ത് നമ്മുടേതാകും എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത്? എ. മുന്തിരിത്തോട്ടം, ബി. അവകാശം, സി. അധികാരം, ഡി. ഓഹരി.
ഉത്തരം ബി അവകാശം. ചോദ്യം 30. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര്? എ നിയമജ്ഞരും ഫരിസേയരും, ബി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും, സി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും, ഡി പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും. ഉത്തരം സി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ചോദ്യം 31. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്ത് എന്ത് എന്ന് ഭാവിക്കുന്ന ചാരന്മാരെയാണ് അയച്ചത്? എ നീതിമാന്മാർ, ബി നിഷ്കളങ്കർ, സി ശിഷ്യർ, ഡി സത്യസന്ധർ. ഉത്തരം എ നീതിമാന്മാർ. ചോദ്യം 32. പുനരുത്ഥാനം നിഷേധിച്ചിരുന്നവർ ആര്? എ സമരിയാക്കാർ, ബി ഗലീലിക്കാർ, സി കാനാൻകാർ, ഡി സദുക്കായർ. ഉത്തരം ഡി സദുക്കായർ. ചോദ്യം 33. ആര് ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് എന്നാണ് യേശു സദുക്കായരോട് പറഞ്ഞത്? എ ഈ യുഗത്തിൻ്റെ മക്കൾ, ബി പുനരുത്ഥാനത്തിൻ്റെ മക്കൾ, സി പ്രവാചകന്മാർ, ഡി പ്രകാശത്തിൻ്റെ മക്കൾ. ഉത്തരം ബി പുനരുത്ഥാനത്തിൻ്റെ മക്കൾ. ചോദ്യം 34. മോശ എവിടെ വച്ചാണ് കർത്താവിനെ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? എ മരുഭൂമിയിൽ, ബി ഹോറേബ് മലയിൽ, സി മുൾപ്പടർപ്പിങ്കൽ, ഡി സീനായി മലയിൽ. ഉത്തരം സി മുൾപ്പടർപ്പിങ്കൽ. ചോദ്യം 35. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞത് ആര്? എ ദാവീദ്, ബി മോശ, സി പത്രോസ്, ഡി സ്നാപക യോഹന്നാൻ. ഉത്തരം എ ദാവീദ്. ചോദ്യം 36. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുന്നത് ഏത് പുസ്തകത്തിൽ? എ ജെറമിയായുടെ പുസ്തകത്തിൽ, ബി മോശയുടെ പുസ്തകത്തിൽ, സി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ഡി സങ്കീർത്തന പുസ്തകത്തിൽ. ഉത്തരം ഡി സങ്കീർത്തന പുസ്തകത്തിൽ. ചോദ്യം 37. സകല മനുഷ്യരും കേൾക്കെ ആരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? എ ഫരിസേയരെ, ബി പുരോഹിതന്മാരെ, സി നിയമജ്ഞരെ, ഡി ന്യായാധിപന്മാരെ. ഉത്തരം സി നിയമജ്ഞരെ. ചോദ്യം 38. നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ എന്തു ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്? എ അഭിവാദനം, ബി ബഹുമാനം, സി അധികാരം, ഡി പ്രമുഖ സ്ഥാനം. ഉത്തരം എ അഭിവാദനം. ചോദ്യം 39. ആരുടെ ഭവനങ്ങളെയാണ് നിയമജ്ഞർ വിഴുങ്ങുന്നത്? എ ദരിദ്രരുടെ, ബി പരദേശിയുടെ, സി വിധവകളുടെ, ഡി അനാഥരുടെ. ഉത്തരം സി വിധവകളുടെ. ചോദ്യം 40. നിയമജ്ഞർ വിരുന്നുകളിൽ ആഗ്രഹിക്കുന്നത് എന്ത്? എ പ്രമുഖ സ്ഥാനം, ബി അഭിവാദനം, സി ആദ്യസ്ഥാനം, ഡി അഗ്രാസനം. ഉത്തരം ഡി അഗ്രാസനം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.